കാംലൂപ്സിൽ നിന്ന് ഇറങ്ങുവാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 4:45. ഇപ്പോൾ ഇവിടുന്ന് റൈഡർ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ബസ് സർവീസ് ഉണ്ട്. അത് നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എയർപോർട്ടിൽ ചെല്ലും. അപ്പോൾ ഇവിടുന്ന് വാൻകോറിൽ നിന്നൊരു സ്റ്റോപ്പുണ്ട്, 1 മണിക്കൂറത്തെ ഒരു സ്റ്റേ ഉണ്ട്. അവിടുന്ന് ശേഷം ഫിലഡൽഫിയ, അവിടെ ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ എത്തും. അപ്പം ഇപ്പോൾ ഞാൻ ഏതായാലും ബസ്സിൽ കയറി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഏകദേശം ഒരു 9:45 ആകുമ്പോഴത്തേനും വാൻകോറിൽ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒത്തിരി എക്സൈറ്റഡാണ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ പോകണമെന്ന്. അപ്പോൾ എന്തായാലും അവസാനം അത് നടന്നു. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അറിയാം ഇനി എന്തെങ്കിലുമൊക്കെ വള്ളി ഉണ്ടോ ഇല്ലയോ. നമുക്കിപ്പോൾ ഏകദേശം ഒരു എത്താറായി. ഇപ്പം ആണെങ്കിൽ സെറി എന്ന് പറഞ്ഞത്, ഇത് വാൻകോവർ സെറിയിലെത്തി. ഇനിയിപ്പം സെറിയിൽ നിന്ന് ഇനിയിപ്പം അടുത്ത പോകുന്നതെന്ന് പറഞ്ഞാൽ വാൻകോവർ ഡൗൺ ടൗണ്. പിന്നെ അവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ കാണും നമുക്ക് എയർപോർട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പം എനിക്ക് നാളെ രാവിലെ ഒരു 12:45 അവിടുന്ന് ഫ്ലൈറ്റ്. അപ്പം ഞാനിപ്പോൾ അവിടെ പോയിട്ട് അവിടെ എയർപോർട്ടിൽ തന്നെ നിൽക്കാമെന്നുള്ള രീതിയിലാണ് പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പം വേറെ എവിടെയെങ്കിലും റൂമോ കാര്യങ്ങളോ എടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര എക്സ്പെൻസീവ്. അപ്പോൾ ഇതിപ്പം എന്തായാലും ഒരു 9 മണി 10 മണിയാകുമ്പോൾ നമുക്ക് ചെക്കിങ് ചെയ്യണം. അപ്പം അതിനേക്കാളും നല്ലത് അവിടെ പോയി അവിടെ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ പോകാൻ വിചാരിച്ചിരിക്കണം. നമ്മളിപ്പോൾ സെരിയിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് വാൻകോവർ ഡൗൺ ടൗൺ ഉണ്ട്, അവിടുന്ന് നേരെ എയർപോർട്ട് ഉണ്ട്. നല്ല രസമല്ലേ. ഇപ്പം 9 മണിയായി, നല്ല സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വാൻകോവർ ഡൗൺ ടൗണിലോട്ട്. ഇപ്പോൾ സെറിയായിരുന്നു, സെറിയിൽ നിന്ന് ഇനിയിപ്പോൾ വാൻകോവർ ഡൗൺ ടൗണിലോട്ട്. ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഇറങ്ങി. ഞങ്ങൾ കുറച്ച് പേരൂടെ ഉണ്ട്. ഇത് കുറച്ച് പേരാണെങ്കിൽ ഇപ്പോൾ ഡൗൺ ടൗണിൽ ഇറങ്ങി, പിന്നെ കുറച്ച് പേര് എയർപോർട്ടിൽ. ഇങ്ങനെ ഇപ്പം ഏകദേശം അവിടെ എത്താറായി, വാൻകോവർ എയർപോർട്ട് എത്താറായി. ഇപ്പം സമയം ഏകദേശം ഒരു 45 ആവാറായി, 9:45. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടെർമിനൽ. അപ്പം ഇത് 2 കണ്ടുണ്ട്. ഒന്നാണെങ്കിൽ മറ്റുള്ള കൺട്രീസിൽ പോകുന്ന, ഒന്ന് സ്റ്റേറ്റ്സിൻ്റെ അങ്ങോട്ട് പോകുന്ന ഏരിയ ഉണ്ട്. ഇപ്പം നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്സിൻ്റെ അങ്ങോട്ട് പോകുന്ന ആ ഒരു ഏരിയയാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ ഓരോ നെയിം ബോർഡുകളും കാര്യങ്ങളും സൈനേജൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് പറയാം ഇവിടെയൊക്കെ അങ്ങോട്ടാണെന്നൊക്കെ പോകേണ്ടിയെന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ ഉണ്ട്. 9:45, പക്ഷെ ഇപ്പോഴും ഇവിടെ ഒരു വെളിച്ചമൊക്കെ ഇരുട്ടിയിട്ടില്ല. ഇതിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ US അങ്ങോട്ട് പോകുന്ന അറൈവൽസ് എഴുതി വെച്ചേക്കുന്നുണ്ട്. അറൈവൽസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അങ്ങനെ അപ്പം പല ഏരിയയിലായിട്ടാണ്. അറൈവൽസ് കാനഡ. എനിക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ US ഡിപ്പാർച്ചേഴ്സിൻ്റെ അവിടെ, US ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നുണ്ട്. അങ്ങോട്ടാണ് പോകേണ്ടത്. ഒരു സൈഡിൽ അറൈവൽസും ഒരു സൈഡിൽ ഡിപ്പാർച്ചേഴ്സും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാനഡ, USA. മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ രാവിലെ എണ്ണീറ്റു. ഇനിയിപ്പോൾ ആണെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12:45 എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ എനിക്കൊരു 5 മണിക്കൂർ മുമ്പേ പോയി ചെക്കിങ് ചെയ്യാം. അപ്പം ആദ്യമായിട്ട് പോകില്ല, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പം വെയിറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എനിക്കറിയത്തില്ല എത്ര കിലോ കൊണ്ടുപോകാമെന്ന്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് ചോദിക്കണം. പിന്നെ ഞാനിപ്പോൾ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഓൺലൈൻ ചെയ്യാൻ നോക്കിയിട്ടാവുന്നില്ല. പിന്നെ അപ്പോൾ അവർ പറഞ്ഞു എനിക്കൊരു 5 മണിക്കൂർ പ്രയറായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ഇപ്പം ഭയങ്കര റഷൊന്നുമില്ല ഇപ്പം. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും കാണത്തില്ലെന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പം ഇവിടുന്ന് ഇനിയിപ്പോൾ എനിക്കൊരു ഏകദേശം ഒരു 8 മണിക്കൂർ യാത്ര ഉണ്ട്. ഇന്നലെ ഇവിടെ ആണെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങിയതായാലും. ഞാൻ അലസ്ക എയർലൈൻസ്, ഫ്ലെയർ എയർലൈൻസ്, ഇതെല്ലാം സ്റ്റേറ്റ്സിനോട്ടാണ്. അങ്ങറ്റത്തായിട്ടാണ് അങ്ങോട്ട് പോകുന്ന ആ ഒരു ഭാഗത്താണ് മറ്റേ ഇൻ്റർനാഷണൽ ബാക്കിയുള്ള കൺട്രീസ്. ഇപ്പം സ്റ്റേറ്റ്സിനൊക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ഇതാണ് ഇപ്പം രാവിലെ ഇതൊക്കെ ചെക്കിങ്ങൊക്കെ തുടങ്ങി. എൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്ത്
വെസ്റ്റ് ജെറ്റ്, പിന്നെ എയർ കാനഡയൊക്കെ അവിടെ. എൻ്റെ വെസ്റ്റ് ജെറ്റ്, അപ്പോൾ അതങ്ങ് അറ്റത്തായിട്ട്. ഇപ്പം എൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മൾ ചെക്കിങ് കഴിഞ്ഞ് ഇനിയിപ്പം E81 എന്ന് പറഞ്ഞ ഗേറ്റിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം 12:45 ആകുമ്പോഴാണ് ഫ്ലൈറ്റ്. ഇത് നല്ല രസം. ഇതാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്സ് അമേരിക്കയുടെ ആ ഒരു സെക്ഷൻ ഉള്ളവരൊക്കെയാണ് ഇവിടെ മൊത്തമായിട്ടുള്ളത്. നല്ല രസം ഇവിടെ കാണാനൊക്കെ. ഇവിടെ CNN ന്യൂസ് സ്റ്റാൻഡ് വാൻകൂവർ. അങ്ങനെ ഇപ്പോൾ ആണെങ്കിൽ നമ്മൾ മിനിയാപോളിസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പം 7:58 ഫ്ലൈറ്റ്. ഏകദേശം ഒരു 8 മണിയാകുമ്പോൾ ഇപ്പം ഏകദേശം ഒരു 6-7 മണിയായെന്ന് തോന്നുന്നു. ഇനിയിപ്പം ഒരു മണിക്കൂർ കൂടെ കഴിയുമ്പോഴാണ് ഇവിടുന്ന് നമുക്കിനി ഫിലഡൽഫിയയ്ക്ക്. ഇപ്പം ഞാനിപ്പോൾ ആണെങ്കിൽ ഞങ്ങളുടെ ആൻറ്റിയെ വിളിച്ചിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു അവിടെ ഇപ്പം കാലാവസ്ഥ ഇപ്പം മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പോൾ എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു. ഇപ്പോൾ ഫ്ലൈറ്റിലാണെങ്കിലും നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാമായിരുന്നു. പിന്നെ നമുക്ക് ഫുഡിൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു കണക്റ്റഡ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു സ്നാക്സും പിന്നെ നമുക്കൊരു ജ്യൂസും കിട്ടി. അല്ലാതെ പിന്നെ അല്ലാതെ ഒന്നുമില്ല. ഇനിയിപ്പം ഇവിടുന്ന് ഞാൻ വന്നിട്ട് വല്ലതും മേടിക്കാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഞാൻ ഇവിടെ നോക്കിയിട്ട് നമ്മൾ ഈ മണി ട്രാൻസ്ഫർ ക്യാഡ് മാറിയിട്ട് USD ആക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് വല്ലതും കഴിക്കാൻ വിചാരിച്ചാൽ ഇനിയിപ്പം ഇവിടുന്ന് കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഫിലഡൽഫിയ. നല്ല യാത്രയായിരുന്നു. അതായത് വലിയ നമുക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ടയർഡ്നെസ് അങ്ങനത്തെ ഓരോ എയർപോർട്ടുകളാണെങ്കിലും നല്ല എയർപോർട്ടുകൾ എല്ലാം വീറും വൃത്തിയും പിന്നെ എല്ലാം പറഞ്ഞു തരാനാണെങ്കിൽ ആളുകളും എല്ലാം കറക്റ്റ്. ഞാൻ വന്ന ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് നല്ല ഫ്ലൈറ്റായിരുന്നു. അപ്പം പിന്നെ അവർ ആകെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാഗേജിന് അത് എക്സ്ട്രാ ഒരു $54 അവർ എടുത്തു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മളിപ്പോൾ ആണെങ്കിൽ ഇവിടുന്ന് കയറുകയാണ്. മിനിയാപോളിസിൽ നിന്ന് ഇനിയും നേരെ നമ്മൾ ഫിലഡൽഫിയയാണ്. അവിടെ നിന്ന് ഇപ്പോൾ ഇവിടുത്തെ സമയം ഏകദേശം ഒരു 7:10. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേന് അവിടെ സമയം വ്യത്യാസമാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പം 11 അവിടുത്തെ സമയത്ത് 11:59 കണ്ടാണ് അവിടെ ചെല്ലുന്നത്. നമ്മളിപ്പോൾ അവസാനം ഫിലഡൽഫിയയിലെത്തി. ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ ഉണ്ടായിരുന്നു. 2 മണിക്കൂർ 7 മിനിറ്റായിരുന്നു. അപ്പം ഇനിയിപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്യും. കറക്റ്റ് സമയത്ത് വന്നു. അതായത് നല്ലതായിരുന്നു. അതായത് സർവീസുകളും കാര്യങ്ങളും എല്ലാം നല്ലതായിരുന്നു. ഇനിയിപ്പം ബാഗ് കളക്ട് ചെയ്യണം. അതിന് ശേഷം പിന്നെ അവരെ വിളിക്കണം. ഇവിടെ വൈഫൈ ഇനി നോക്കണം. വൈഫൈ കണക്റ്റൊക്കെ ചെയ്തിട്ട് വേണം ഇനിയിപ്പോൾ അവരെ വിളിക്കാൻ. ഞാനിപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇപ്പം ഇവിടെ കുറേ സാധനമുണ്ട്. A ഉണ്ട്, B ഉണ്ട്, C, ബാക്ക് ലൈൻ E ഉണ്ട്. അപ്പം